ഹലോ, ഞങ്ങളൊരു ഓണപ്പരിപാടിക്ക് പോവുന്നേ. ഒമാൻ തൃശ്ശൂർ ഓർഗനൈസേഷൻ്റെ. അപ്പോൾ പൊന്നൂട്ടിയുടെ ഡാൻസ് ഉണ്ട്. അപ്പോൾ അവൾ അത്യാവശ്യം ഹെൽപ്പൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ പോകുന്നത്. 3 മണിയാകുമ്പോൾ ഞങ്ങൾ ഇറങ്ങി. 3 മണിയാകുമ്പോൾ ഇറങ്ങിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്ക് വഴിയൊക്കെ തെറ്റിയിട്ടുണ്ടായി. ഞങ്ങൾ ഇന്ന് ചിരിക്കുന്നത്. ആൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിയിട്ടുണ്ട്. അങ്ങ് ചുറ്റിക്കറങ്ങി കുറേ കറങ്ങിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. എങ്ങോട്ടാണ് വഴി കറക്റ്റ് എവിടെയാണെന്ന് ഞങ്ങൾക്ക് ഇവിടെ സ്ഥലമൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് അത്യാവശ്യം ചുറ്റിക്കറങ്ങിയിട്ടാണ് പോകുന്നത്. ഒരു 3:30 ഒക്കെ കഴിയുമ്പോൾ ഞങ്ങളവിടെ എത്തി. പാർക്കിങ്ങൊക്കെ ഇട്ട് കുറച്ച് ദൂരമായിട്ടോ പാർക്കിംഗ് ഇട്ടേ, കാരണം അവിടെ പാർക്കിംഗ് ഉണ്ടോ അറിയില്ല, പ്രോഗ്രാമിൻ്റെ തിരക്കുള്ളതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് യുവി അവിടെ നിന്നു കേട്ടോ. അവനവിടെ മടിച്ച് നിന്ന് ഹസ്ബൻഡ് അവനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അവന് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ് ഈ നടക്കാൻ. അവൻ എന്തെങ്കിലും നോക്കി നിൽക്കുന്നുണ്ടാവും അവിടെ. എന്താണ് വലിച്ചങ്ങ് കൊണ്ടുവരുന്നുണ്ട്. നല്ല വെയിലുണ്ട്, അതോട്ടോ അവനെ കണ്ണിങ്ങനെ അടച്ചിരിക്കുന്നു. യുവിയും ഹസ്ബൻഡ് അങ്ങ് മുമ്പിൽ പോയി, ഞാനും കൈലാസം അങ്ങനെ ബാക്കിൽ നടക്കുകയാണ്. കുറച്ച് ദൂരമുണ്ട് ഇവിടുന്ന്, കുറച്ച് നടക്കണം അങ്ങോട്ടേക്ക്. പാർക്കിംഗ് അവിടെ പേ പാർക്കിംഗ് ആണോ ഒന്നും അറിയില്ല. അതൊക്കെ സംസാരിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ, അവിടെയാണ് കേട്ടോ പ്രോഗ്രാം. ഞങ്ങളങ്ങനെ പ്രോഗ്രാമിൻ്റെ അവിടെ എത്തി. ഡാൻസിൻ്റെ കുട്ടികളൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. കുറേ ഡാൻസും പ്രോഗ്രാമൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് സദ്യ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് പാസ് കിട്ടിയിരുന്നില്ല. ഉച്ചയ്ക്ക് പാസ്സില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ 4:45 അപ്പോൾ എന്തായാലും കിട്ടിയതല്ലേ, സദ്യ കഴിച്ചിട്ടെങ്കിൽ പോകാമെന്ന് വിചാരിച്ചു. നല്ല സദ്യയായിരുന്നു കേട്ടോ. സ്റ്റാർ ഓഫ് കൊച്ചിൻ്റെ അതായിരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു ആ സമയത്തും. 2 തരം പായസവും നല്ല ടേസ്റ്റായിരുന്നു. സദ്യ എന്ന് പറയുമ്പോൾ നമുക്കെപ്പോഴും ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പോൾ യുവി വെയിറ്റ് ചെയ്തിരിക്കുന്നു. യുവിക്ക് വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്, പോവാന്നൊക്കെ പറയുന്നുണ്ട്. അവന് വേറെ എവിടെയൊക്കെയോ പോകണം, എന്തൊക്കെയോ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ഞങ്ങളങ്ങനെ സദ്യക്ക് വേണ്ടി വെയിറ്റിങ്ങിലാണ്. കുറേ സമയം വെയിറ്റ് ചെയ്തിട്ടോ. അവരിങ്ങനെ ഓർഗനൈസേഷൻ വരുന്നതേ ഉള്ളൂ. ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കറികളൊക്കെ വരാൻ തുടങ്ങി. ഓർഡറിലും നല്ല വരുന്നത്. എന്നാലും ഏകദേശം എല്ലാ കറികളും കിട്ടി. അച്ചാർ, കൂട്ടുകറി, ഓലൻ, കാളൻ, ഇഞ്ചിപ്പുളി, പപ്പടം, അവിയൽ, സാമ്പാർ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പായസം പരിപ്രഥമനും അടയായിരുന്നു എന്ന് തോന്നുന്നു. അടയുണ്ടായിരുന്നു. അടയില്ല, പാൽപ്പായസം ഉണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ചിട്ടു. അതുകൊണ്ട് മക്കൾക്ക് വിശന്നൊന്നുമില്ല. 4 മണിയാകുമ്പോൾ കഴിച്ചതുകൊണ്ട്. അല്ലെങ്കിൽ വിശക്കുന്നേ പറഞ്ഞാൽ അവിടെ കുഴപ്പമുണ്ടാക്കിയാണ്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ആദ്യം മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്തെത്തി. അത്യാവശ്യം അവളെ ഹെൽപ്പൊക്കെ ചെയ്ത് ഞങ്ങളവിടെ ഇങ്ങനെ നിൽക്കുകയാണ്.